എല്ലാവർക്കും ഷാനിഷ വ്ളോഗ്സിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ വാവ എണീറ്റ് സൈക്കിളൊക്കെ ചവിട്ടി ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് ഇന്നിവിടെയുള്ള പണി എന്ന് പറയുന്നത് കുക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ല, ക്ലീനിങ് ആണ് ഇന്ന് മെയിനായിട്ടുള്ളത്. ഇവിടെയൊക്കെ ആകെ ചെറവറ എന്ന് പറഞ്ഞ് കിടക്കുവാണ്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. രാവിലത്തെ കുക്കിംഗ് പരിപാടിയും ലഞ്ചിൻ്റെ പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. ഇനി നമുക്ക് കിച്ചണിലെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഇനി ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആട്ടോ. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് മാറ്റണം, പിന്നെ ഇവിടെ അടിച്ചു വാരിയിടണം. അതൊക്കെയാണ് ഇന്നത്തെ പണി. ഇന്ന് തുടയ്ക്കുന്നില്ല എന്ന് ഞാൻ എന്തായാലും നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും ഔഷധിയാവും. ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ ബെഡിന് ബെഡ് കവറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്നാൽ അതൊക്കെ ഒത്തിരി മുഷിഞ്ഞ് കിടക്കുവാണ്. ഒത്തിരി അതൊക്കെ എടുത്ത് വാഷ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഓണത്തിന് മുമ്പ് അതൊക്കെ എന്തായാലും വാഷ് ചെയ്യണം എന്നോർത്താണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. സമയം കിട്ടിയ അടുത്ത ദിവസം തന്നെ അതൊക്കെ തുടങ്ങണം. ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി അവിടെ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ജനലിൽ അഴിയുണ്ട്, അതിലാട്ടോ തുണി സാധാരണ ഇട്ട് മാറിയത് ഇടാറ്. അത് കഴിഞ്ഞ് അലക്കാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് ഞാൻ മുടി കെട്ടി വെച്ചിട്ട് അയച്ച് എന്താണെന്ന് വെച്ചാൽ മുതുകത്തേക്കായിരിക്കും കേട്ടോ വെയിലടിക്കുന്നത്. അത് കഴിഞ്ഞ് വാവനെ കുളിപ്പിച്ചെടുത്ത് വാവ ഭയങ്കര ബഹളമാണ്. ഹലോ പറ. വൈകുന്നേരമൊക്കെ ഒരു സമയമാകുമ്പോഴേക്കും മുറിയിലേക്ക് ഇതുപോലത്തെ വെളിച്ചമടിക്കുകയും നല്ല രസമായിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ സമയം ഇങ്ങനെ വെളിച്ചമടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. അപ്പോൾ വാവ കളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയിട്ടുണ്ട്. വാവ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്തായാലും കിടന്നുറങ്ങുവാണ്. അപ്പോൾ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. ഇത്രയും സമയം ആയതുകൊണ്ട് തന്നെ ഇനി വാവനെ വിളിച്ച് എണീപ്പിക്കാൻ പോവുകയാണെങ്കിൽ വാവ രാത്രിയാകുമ്പോൾ ഉറങ്ങത്തില്ല കേട്ടോ. ഒരു സന്ധ്യയൊക്കെ ആയപ്പോൾ നമ്മൾ കടയിലേക്ക് പോയിട്ടുണ്ടായിട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ഫിഷ് മസാല വാങ്ങണമായിരുന്നു. പിന്നെ നാളെ രാവിലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണ്ടേ, അപ്പോൾ അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങണം കേട്ടോ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ പണി തന്നെയാണ്. പിന്നെ പച്ചക്കറി സാധനങ്ങൾ വാങ്ങണമായിരുന്നു. ഇവിടെ പച്ചക്കറി നോക്കിയിട്ട് അത്ര സുഖമായിട്ട് തോന്നിയില്ല, എല്ലാം കേടായിട്ട് തോന്നി. ഇച്ചിരി വാട്ടലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങും 2 സവോളയും മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. സോറി, ഉരുളക്കിഴങ്ങല്ല കേട്ടോ എടുത്തത്, തക്കാളി ആട്ടോ എടുത്തത്. തക്കാളി സവോള മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതൊക്കെ ആട്ടോ വാങ്ങിച്ചത്. കടലമാവ് വാങ്ങിച്ചു. പിന്നെ അവൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മൈദപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് ഫിഷ് മസാലയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറി, അത്ര തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ ബൾക്കായിട്ട് സാധനങ്ങൾ മേടിച്ച് വെക്കത്തില്ല. നമുക്ക് എന്താണോ അടുത്ത ദിവസത്തേക്ക് ആവശ്യം അതുപോയി തലേന്ന് മേടിച്ച് വെക്കാം. അങ്ങനെയാട്ടോ ചെയ്യാറുള്ളത്. നേരത്തെ പച്ചക്കറിയൊക്കെ ഒത്തിരി മേടിച്ച് വെക്കുമായിരുന്നു. വേസ്റ്റ് ആകാൻ തുടങ്ങിയത് കൊണ്ടാണിപ്പം അത് നിർത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.